നിങ്ങളുടെ സ്റ്റാഫിനെ നിങ്ങൾ മാക്സിമം ഹാപ്പി ആക്കാൻ വേണ്ടി നോക്കുക. കാരണം എന്താ വെച്ചെങ്കിൽ സ്റ്റാഫ് ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഹാപ്പി ആവില്ല. കാരണം കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കുന്ന ആളുകൾ ആരാണ്? സ്റ്റാഫുകളാണ്. അപ്പോൾ ഈ സ്റ്റാഫിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് HRM, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഇവരുടെ ജോലി ആളുകളെ എന്ത് ചെയ്യുക, സാലറി കാൽക്കുലേറ്റ് ചെയ്യുക, അവരെ ഹയർ ചെയ്യുക, റിക്രൂട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുക, അവർക്ക് വേണ്ട ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുക, അവർക്ക് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു എംപ്ലോയീസിന് വേണ്ടത്, വെൽബീയിങ് ആക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. അല്ലാതെ അവരിന്ന് കറക്റ്റ് ഒരു ടൈം പീരീഡ് ഒരു മിനിറ്റ് ലേറ്റ് ആകുന്നതിന് സാലറി കട്ട് ചെയ്യുക, ആ രീതിക്കുള്ള കാര്യങ്ങളല്ല. അതായത് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ സ്റ്റാഫിന് നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആക്കി മാറ്റാൻ പറ്റണം. അതായത് ബാക്കിയുള്ള നിങ്ങൾ ടെക്നോളജിയോ നിങ്ങളുടെ ഇൻഫ്രേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, വേറൊരു കമ്പനിക്ക് ഈസി ആയിട്ട് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ നിങ്ങളുടെ സ്റ്റാഫിന് എന്ത് ചെയ്യാൻ പറ്റൂല, എടുക്കാൻ വേണ്ടി പറ്റൂല. ഇപ്പൊ ഞാൻ എഡക്സ് ലൈഫ് സ്കൂളിൽ ചെയ്തുള്ള മൊത്തം ഫ്രഷേഴ്സാണ്. എനിക്കിവിടെ എല്ലാം ചെയ്യുന്നത് ഫ്രഷേഴ്സാണ്. പുതുതായിട്ട് ജോലിക്ക് വന്ന റീസെന്റ് ഗ്രാജുവേറ്റ് ആയ ആളുകളാണ്. എല്ലാവരും പറഞ്ഞു ജെൻസിനൊന്നും പണിക്കെടുക്കേണ്ടെന്നുള്ളത്. പക്ഷെ എൻ്റെ കുട്ടികൾ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് തിരിച്ചു കിട്ടുക. ഞാൻ വേറെ കോളേജിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ സീനിയർ ആയിട്ടുള്ള ആളുകളുണ്ട്. ഞാൻ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ മോശമായിട്ടല്ല പറയുന്നത് കേട്ടോ. നിങ്ങളെ സ്റ്റാഫിന് നിങ്ങൾ നല്ലത് കൊടുത്താൽ അവർ നല്ലത് തരും. അപ്പോൾ നല്ല രീതിക്ക് ഒരു HR മാനേജ്മെന്റിന്റെ കാര്യങ്ങളോട് നിങ്ങൾ പ്ലാൻ ചെയ്യണം. ഓക്കെ.